എൻ്റെ പൊന്നളിയ 2 പീരീഡ് ഇരുന്നപ്പോഴേ എനിക്ക് ഡിപ്രഷൻ അടിക്കുന്നു. നമുക്ക് മുങ്ങിയാലോ? ക്ലാസ് ഒന്നും കട്ട് ചെയ്യണ്ട. അടുത്ത പീരീഡ് ഷാരോൺ സാറിൻ്റെ. നിന്റെ ഡിപ്രഷനൊക്കെ പമ്പ കടന്നോളൂ. ഷാരോൺ സാറാണെങ്കിൽ നമുക്ക് കയറാം. ക്ലാസ് കട്ട് ചെയ്യണ്ട. പിന്നെ മലയാളത്തിൻ്റെ അസൈൻമെന്റ് ഉണ്ടല്ലോ, അത് നമുക്കിന്ന് സെറ്റ് ആക്കണം. എന്നിട്ട് നെക്സ്റ്റ് വീക്കിനുള്ളിൽ നമുക്ക് വെക്കണം. ഇതെന്താ ക്ലാസ്സിൽ മൊത്തം പിള്ളേര്? ഞാൻ എൻ്റെ ക്ലാസ്സിൽ തന്നെയല്ലേ കയറിയേ? ആണല്ലോ, പിന്നെന്താ? അത് പിന്നെ ഊഹിക്കാനുള്ളതല്ലേ ഉള്ളൂ. ഷാരോൺ സാറിന്റെ ക്ലാസ്സാ. അങ്ങനെ പറ, വെറുതെ അല്ല. എന്നാ ഞാനും കയറാം. ആഹാ, എല്ലാരും ഉണ്ടല്ലോ. ഇതെന്ത് പറ്റി? എല്ലാരും നന്നാവാൻ തീരുമാനിച്ചോ? ഞങ്ങളങ്ങനെ നന്നാവും തോന്നുന്നുണ്ടോ? സാറിന്റെ പീരീഡ് മാത്രം ഞങ്ങൾ നന്നായി. അതുപോരാ, എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന പോലെ നിങ്ങൾ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യണം. എൻ്റെ സബ്ജക്റ്റ് മാത്രം ജയിച്ചാൽ പോരാലോ. എന്ത് ലുക്കാടാ ഇങ്ങർക്ക്? കണ്ടു കഴിഞ്ഞാൽ 10-25 വയസ്സുണ്ടെന്നേ പറയത്തുള്ളൂ. സത്യാടാ, 32 വയസ്സിൽ എന്നാ ലുക്കാ. എൻ്റെ സെക്ഷുവാലിറ്റി ഒരു ചോദ്യചിഹ്നമായിരിക്കുന്നു. മതി ഇനി ഇങ്ങോട്ട് ശ്രദ്ധിച്ച എല്ലാവരും. അവസാനം കുറച്ച് പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കാനൊക്കെ സമയം തരാം. ടേക്ക് ടെക്സ്റ്റ് ബുക്സ് ആൻഡ് ഓപ്പൺ പേജ് നമ്പർ 52. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മിസ്സിംഗ് യുവർ സ്മൈൽ എന്ന് പറയുന്നൊരു പോമാണ്. വിച്ച് ഈസ് റിട്ടൺ ബൈ സച്ചിൻ പ്രഭ. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ ഒരു ഫേസിൽ കൂടെ കടന്നുപോയപ്പോൾ സച്ചിൻ പ്രഭ തൻ്റെ കാമുകന് എഴുതിയൊരു പോമാണിത്. നമുക്ക് അടുത്ത പീരീഡ് മുങ്ങിയാലോ? ആ മൊരടൻ മാത്യോന്റെ ക്ലാസ്സാ. എനിക്കൊന്നും വയ്യങ്കരുടെ ക്ലാസ് ഇരിക്കാൻ. അതിന് അങ്ങേരുന്ന് വന്നിട്ടില്ല. എന്തായാലും മുങ്ങാം. വല്ല സിനിമയ്ക്കും പോവാം. ഇതാണ്ട് ക്ലാസ് കട്ട് ചെയ്യാനൊക്കെ ഇല്ല കേട്ടോ. നമുക്ക് അസൈൻമെന്റ് ചെയ്യാനുള്ള ഇന്നെങ്കിലും അതൊന്ന് സെറ്റ് ആക്കണം. നീയൊക്കെ പോവുകയാണെങ്കിൽ നിന്റെ ഒന്നും പേര് ഞാൻ അസൈൻമെന്റ് വെക്കത്തില്ല. എന്തുവാടോ ഒരു കണ്ണിച്ചോരില്ലാതെ പറയുന്നത്? ശരി, പോകുന്നില്ല. അല്ല, ടോപ്പിക് എന്തുവാ? ഒരു റിയൽ ലൈഫ് പ്രണയകഥ കേട്ടിട്ട് അത് എഴുതി സബ്മിറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ അസൈൻമെന്റ്. അടിപൊളി. ഇനി പ്രണയകഥ തപ്പി എവിടെ പോവാനാ? നമുക്കൊരെണ്ണം അങ്ങ് ഉണ്ടാക്കി അങ്ങ് എഴുതി വെച്ചാലോ? ഞാൻ അത്യാവശ്യം സ്റ്റോറിയൊക്കെ എഴുതും കേട്ടോ. ഇങ്ങനെ പോവാണെങ്കിൽ മിക്കവാറും അസൈൻമെന്റിന് ഫെലിക്സിന്റെ ഒരു സ്റ്റോറി ഇറക്കേണ്ടി വരും. എടാ, നമുക്ക് ഷാരോൺ സാറിനോടൊന്ന് ചോദിച്ചാലോ? അങ്ങേരെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പ്രേമിച്ചതാന്നൊക്കെ പറയത്തില്ലേ? എനിക്കുറപ്പാ ഷാരോൺ സാറിന് എന്തായാലും ഒരു കോളേജ് ലവ് സ്റ്റോറി എങ്കിലും പറയാൻ കാണും. പ്രണവ്, ആ പറഞ്ഞതിൽ ഞാനും യോജിക്കുന്നു. എന്തായാലും ഷാരോൺ സാറിനൊരു കോളേജ് ലവ് സ്റ്റോറിയൊക്കെ കാണാതിരിക്കത്തില്ല. നമുക്ക് പുള്ളിക്കാരനോട് തന്നെ ചോദിക്കാം. എന്നാൽ നമുക്ക് അങ്ങനെ ചെയ്യാം. ഷാരോൺ സാറിനോട് ചോദിക്കാം. എന്താ പിള്ളേരെ, നിങ്ങൾ 4 എന്താ ഇവിടെ? സാറേ, ഞങ്ങൾക്ക് മലയാളത്തിനൊരു അസൈൻമെന്റ് ഉണ്ട്. ഒരു റിയൽ ലവ് സ്റ്റോറി കേട്ടിട്ട് അതിനെപ്പറ്റി ഞങ്ങൾക്ക് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യണം. സാറിനെ കണ്ടിട്ടൊന്ന് പ്രണയിച്ചതാന്നൊക്കെ ഞങ്ങൾക്ക് തോന്നി. അതുകൊണ്ട് സാറിന് എന്തെങ്കിലും ലവ് സ്റ്റോറി പറയാനുണ്ടെങ്കിൽ ഞങ്ങളോടൊന്ന് പറയുമോ? എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പ്രേമിച്ചെന്നൊക്കെ ഇപ്പം പറയുമല്ലേ? പിന്നെ സാറ് പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ ആ കഥയൊന്ന് പറയുമോ? അതൊക്കെ പറയാം. പക്ഷെ എൻ്റെ പ്രണയകഥ നിങ്ങൾക്ക് ഡൈജസ്റ്റ് ആവണമെന്നില്ല. കാരണം ഞാൻ പ്രേമിച്ചത് ഒരു പെണ്ണിനെയല്ല, ഒരു ആൺകുട്ടിയാണ്. എന്നാ ഞങ്ങൾക്ക് ഉറപ്പായും കേൾക്കണം. നിങ്ങളിത്ര സപ്പോർട്ടീവായ സ്ഥിതിക്ക് പറയാം. ഞാൻ അവനെ ആദ്യമായി കാണുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. ഫ്രഷേഴ്സ് ഡേക്ക് അവൻ സ്റ്റേജിൽ നിന്നൊരു പാട്ട് പാടുമായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖം, അതാണ് എന്നെ മയക്കി കളഞ്ഞത്. കമ്പഞ്ചങ്ക് വിഴുന്ന മാതിരിയെ കണ്ണക്കൊള്ള നൊഴഞ്ചൂടുതരേ കൊടിയ വിട്ട് കൊതിച്ച മല്ലികയെ ഒരു മൊഴിയിൽ ചിരിച്ച് പേസരിയേ வாயை மேல வாய வச்சு வார்த்தைகளை உறிஞ்சு புட்ட விரல வச்சு அழுத்திய கழுத்தில கொளுத்திய வெப்பம் இன்னும் போகல. அடிவோம் போல செவப்பு இல்ல, கணக்கால் கூட கருப்பு இல்ல. நீ தீண்டும் இடம் தித்திக்கும் இனி பாத்தி உடம்பும் செய்ய வேண்டும் பாத்தியமே. சிறுத்தவளே, என்னை குங்குமத்து கரைச்சவளே, நெஞ்சில் மஞ்ச தேச்சு குடிக்கையில் என்னை கொஞ்சம் பூசு தவே. ஓ கொலுசுக்குள் மணியாக என்னை கொஞ்சம் மாத்து தவே. ஒரு கண்ணில் நீர் கசியா உதட்டு வழி.
അല്ല, നിന്റെ ഇഷ്ടം തുറന്നു പറയാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? വർഷം 1 കഴിഞ്ഞു, അതാ ചോദിച്ചേ. ഇത് നടക്കുന്ന കേസല്ല അബി, ഇത് ജീവിതമാണ്, അല്ലാണ്ട് സിനിമയല്ല. സിനിമയിലൊക്കെ ഇത് എളുപ്പമായിരിക്കും, പക്ഷേ റിയൽ ലൈഫിലോട്ട് വരുവാണെങ്കിൽ ഒരു ഗേ റിലേഷൻഷിപ്പ് അതത്രയ്ക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. തേങ്ങാ കൊല, ഒന്ന് പോയിക്ക ശാരോണേ. നീ ഓരോ എക്സ്ക്യൂസും കൊണ്ട് ഇങ്ങനെ വരല്ലേ. എക്സ്ക്യൂസും കൊണ്ട് വരുന്നേ അല്ല. അവൻ ഹോമോഫോബിക് ആണെങ്കിലോ നമ്മുടെ സൊസൈറ്റിയിലുള്ള 3/4 ആൾക്കാർക്ക് ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവനും അങ്ങനെ പറ്റിയില്ലെങ്കിലോ? നീ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുവാണോ? എൻ്റെ പ്രിൻസിന്റെ കാര്യം നിനക്ക് അറിയാവുന്നതല്ലേ. പ്രിൻസിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് അവൻ നീ പറയുന്ന പോലെ ഹോമോഫോബിക് ആയിരുന്നെങ്കിൽ പ്രിൻസിന്റെ കൂടെ അവൻ ഇപ്പോഴും കാണുമായിരുന്നോ? അവൻ സപ്പോർട്ടീവ് ആയോണ്ടല്ലേ ഇപ്പോഴും അവർ ഫ്രണ്ട്സ് ആയിട്ടിരിക്കുന്നേ. എൻ്റെ അറിവിൽ അവൻ സിംഗിളുവാ. നീ ഒന്ന് വിചാരിച്ച സെറ്റ് ആവുന്നതേ ഉള്ളൂ ശാരോണേ. സത്യം പറയാലോ, എനിക്ക് പേടിയാണ്. അവനെ കാണുമ്പോഴേ ഒരുമാതിരി ഹേർട്ട് ബീറ്റ് ഒക്കെ കൂടി ഒരുമാതിരി ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ തോന്നുന്നു. എനിക്ക് അവനോട് സംസാരിക്കാൻ പോലും ധൈര്യമില്ല. ഞാൻ എങ്ങനെ അവനോട് പോയി എൻ്റെ ഇഷ്ടം പറയും? നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണോ പേടിത്തൊണ്ടൻ? നിനക്ക് ഞാൻ അവനുമായിട്ട് സംസാരിക്കാൻ ഒരു അവസരം ഉണ്ടാക്കി തരാം. ഞാനും പ്രിൻസും ഡേറ്റിന് പോകുമ്പം പ്രിൻസ് അവനുമായിട്ടാണ് സാധാരണ വരാറ്. എന്നിട്ട് ആ പാവം അവിടെ എവിടെയെങ്കിലും പോസ്റ്റ് ആയിട്ടിരിക്കും. നാളെ സാറ്റർഡേ അല്ലേ, ഞാനും പ്രിൻസും പാർക്കിൽ വെച്ചൊന്ന് മീറ്റ് ചെയ്യാന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും അവനെ മറ്റവനെ കൊണ്ടേ വരത്തുള്ളൂ. നാളെ നീ കൂടെ വന്ന് കുറച്ച് ധൈര്യം കാണിക്കുവാണെങ്കിൽ അവനോട് സംസാരിക്കാം. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം ഇനി നിന്റെ കഴിവ് പോലെ ഇരിക്കും. നോക്കാം. എൻ്റെ ദൈവമേ, ഇതെന്തായി തീരുവോ എന്തോ. എടാ, ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. ഇതൊക്കെ വേണോ? അടങ്ങി നിന്നോ, ഇല്ലെങ്കിൽ എൻ്റെ ഇത് മേടിക്കും നീ. പറഞ്ഞേക്കാം. ആഹാ, ഇതാര്? ഷാരോണും ഉണ്ട് ഇന്ന്. ഇവനെ കൊണ്ടുവന്നത് നന്നായി. സച്ചിക്ക് മിണ്ടിയും പറഞ്ഞിരിക്കാൻ ഒരാളായല്ലോ. വാബി, നമുക്ക് പോവാം. എന്നാ നിങ്ങളെന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞാൽ കിരി. ഹായ്, ഞാൻ സച്ചിൻ പ്രഭ. തൻ്റെ പേരെന്താണാവോ? ഞാൻ ഷാരോൺ. ഓ, ഷാരോൺ. കേട്ടിട്ടുണ്ട്. കുറെ കേട്ടിട്ടുണ്ട്. BA ഇംഗ്ലീഷ് അല്ലേ? അതെ. എന്നെ അറിയോ? അതെന്തോ ചോദ്യവാ. മിക്ക ഗേൾസും നിന്റെ പറയുന്നല്ലേ. എനിക്കറിഞ്ഞൂടാ, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല അങ്ങനെ. ഓഹോ, അപ്പൊ സിഗ്മയാണല്ലേ? ഏയ്, അങ്ങനൊന്നുമില്ല. എന്തിനാ നീ ചിരിക്കുന്നേ? യു ലുക്ക് സോ ക്യൂട്ട് വെൻ യു പൗട്ട്. വെറുതെ അല്ല, കോളേജ് മൊത്തം ഫാൻസ്. നിനക്കും കോളേജ് മൊത്തം ഫാൻസ് ആണല്ലോ. നിന്റെ പാട്ടിന് വേണ്ടി എത്ര പേരെ വെയിറ്റിംഗ് എന്നറിയോ? ഇൻക്ലൂഡിങ് മീ. നീ പാടുന്ന കേൾക്കാൻ നല്ല രസാ. എനിക്കൊത്തിരി ഇഷ്ടമാണ്. അറിയാം. എൻ്റെ പ്രോഗ്രാമിനൊക്കെ നിന്നെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. കാരണം നീ ഫസ്റ്റ് റോയിൽ തന്നെ കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ആ ക്രൗഡിൽ എൻ്റെ പാട്ട് ഏറ്റവും കൂടുതൽ ഇത്രയും ആസ്വദിച്ച് കേൾക്കുന്നത് നീയാണ്. സിംഗിളാണോ നീ? ആണ്. എന്താ ചോദിച്ചേ? ചുമ്മാന്നറിയാൻ. നിനക്കിഷ്ടമല്ലാത്ത കാര്യം എന്തുവാ? ആവശ്യമില്ലാതെ എന്നോട് ദേഷ്യപ്പെടുന്നത്. നിനക്കോ? കുടിക്കുന്നവരെയും വലിക്കുന്നവരെയും. അങ്ങനത്തെ ആൾക്കാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ. ദൈവമേ, ചുരുക്കി പറഞ്ഞ എന്നെ പോലുള്ള ആൾക്കാർ. ഇനി നിനക്ക് അങ്ങനത്തെ വല്ല ശീലം ഉണ്ടോ? ഏയ്, മദ്യം സിഗരറ്റും ഞാൻ എൻ്റെ കൈ കൊണ്ട് പോലും ഇതിരട്ടും തൊട്ടിട്ടില്ല. അതൊക്കെ പോട്ടെ. ഇനി ഞാനൊരു ക്വസ്റ്റ്യൻ നിന്നോട് ചോദിക്കാം. നീ നിന്റെ പാർട്ട്ണറിൽ എക്സ്പെക്ട് ചെയ്യുന്ന ക്വാളിറ്റീസ് ഒക്കെ എന്തൊക്കെയാ? ഞാൻ അപ്പിയറൻസിലും ലുക്കിലൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. ഫോർ മീ ലുക്ക് മാറ്റേഴ്സ്. സോ കാണാൻ ലുക്കുള്ള ഒരാളായിരിക്കണം. പിന്നെ ബാക്കിയൊക്കെ എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ തന്നെയാണ്. ലൈക്ക് എന്നെ മനസ്സിലാക്കുന്ന ഒരാളായിരിക്കണം. പിന്നെ ഏത് സിറ്റുവേഷനിലും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരിക്കണം. അത്രയൊക്കെ തന്നെ. അതെന്താ അങ്ങനെ? ആക്ച്വലി നമ്മൾ പ്രണയിക്കുകയാണെങ്കിൽ ഒരാളുടെ ലുക്ക് നോക്കിയല്ല നമ്മൾ പ്രണയിക്കേണ്ടത്, അയാളുടെ മനസ്സ് നോക്കിയാണ്. എൻ്റെ ഷാരോണെ, എല്ലാവരും ഇങ്ങനെയൊക്കെ പറയൂ, പക്ഷെ കാര്യത്തോടെടുക്കുമ്പം അറ്റ് ദി എൻഡ് ലുക്ക് മാറ്റേഴ്സ്. അത് നിൻ്റെ ഒപ്പീനിയൻ. ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പീനിയൻ. എല്ലാവരും ഒരേപോലെ ആയിരിക്കത്തില്ലല്ലോ. ഓ, സമ്മതിച്ചു. എന്നാൽ ശരി, ഞാൻ ക്ലാസ്സിൽ പോവാം. പ്രിൻസ് ക്ലാസ്സിൽ കയറി എന്ന് പറഞ്ഞ് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഓ ശരി, അപ്പോൾ അബിയും ക്ലാസ്സിൽ കയറി കാണും. എന്നാൽ ശരി, ഞാനും പോവാം. നീ എങ്ങോട്ടാ പ്രിൻസേ ഈ രാത്രി പോന്നേ? അബിയുടെയൊക്കെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയാ. ഇപ്പം എല്ലാം ക്ലബ്ബിൽ കാണുമായിരിക്കും. ഞാനും അബിയും കുറച്ച് മുന്നേ ഒന്ന് ഉടക്കിയായിരുന്നു. അതുകൊണ്ട് എന്തായാലും അവിടെ പോയി അവൻ നല്ല രീതിക്ക് കുടിച്ച് മിക്കവാറും എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കും. അതിനു മുന്നേ എനിക്ക് അവിടെ പോയിട്ട് ഇതൊക്കെ ഒന്ന് സോൾവ് ആക്കണം. അങ്ങനെയാണെങ്കിൽ അബിയുടെ കൂടെ ഷാരോൺ കാണുമല്ലോ, പിന്നെന്ത് പേടിക്കാനാ? അവനുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പേടി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? എൻ്റെ ചെക്കനെ വഷളാക്കുന്ന ഒറ്റ ഒരുത്തൻ അവനാ. ഷാരോണിൻ്റെ കൂടെ കൂടിയ പിന്നെ
അബിയും കുടിക്കാനും വലിക്കാനും ഒക്കെ തുടങ്ങിയ. ഷാരൻ കുടിക്കുകയും വലിക്കുകയൊക്കെ ചെയ്യും. അപ്പം അവൻ നല്ല രീതിക്ക് കുടിക്കുകയും ചെയ്യും വലിക്കുകയും ചെയ്യും. ഓഹോ, അപ്പം അവൻ എന്നോട് കള്ളം പറഞ്ഞതാ. നീ ഒറ്റയ്ക്ക് വേണ്ട, ഞാൻ കൂടെ വരാം. രണ്ടും കുടിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് മാത്രം മാനേജ് ചെയ്യാൻ പാടായിരിക്കും. അത് ശരിയാ, എന്നാ വാ. Drunk and tipsy in the shop, call and curry on the house, vibing with the nut bomb, tripping on a kuttu paatu. In the shop, tripping in Guntupu, vibing with the thing, chilling with the jungle. People call me Vara, make me so sad. I was only chilling on a bar. I'm happy that I'm young, I'm happy that I'm fun. Indini kanna kadibai. രണ്ടെണ്ണത്തിന് ഇപ്പം ഇവിടുന്ന് കൊണ്ടുവന്നതായിരിക്കും നല്ലത്. അബിയെ ഞാൻ നമ്മുടെ ഹോസ്റ്റലിലോട്ടുണ്ടോ? എനിക്ക് അവനോട് സംസാരിക്കണം. പിന്നെ നീ ഷാരോൻ്റെ ഹോസ്റ്റലിൽ പോയിക്കോ അവനെ കൂട്ടിക്കൊണ്ട്. ശരി, എന്നാ അങ്ങനെ ചെയ്യാം. മതി കുടിച്ച്, രണ്ടും നിർത്തിക്കോ. അബി എൻ്റെ കൂടെ വന്നേ. സച്ചിൻ, അടിപൊളി. ഇപ്പൊ സന്തോഷായില്ലേ കുട്ട? കള്ളൊക്കെ പറയുമ്പോ ഒരു മയത്തി പറയണ്ടേ? കള്ളും സിഗരറ്റും നീ കൈകൊണ്ടുപോലും തൊട്ടിട്ടില്ല അല്ലേ? ശവത്തി കുത്തുന്നോട പട്ടി. അബി, നിന്നോട് ഞാൻ വരാനാ പറഞ്ഞ. അപ്പൊ ശരി, എനിക്കുള്ള വെള്ളി വന്ന്. ബായ് അളിയാ. നമ്മൾ എങ്ങോട്ടാ പോന്നേ? നിന്റെ കുഞ്ഞമ്മ കെട്ടിക്കാൻ. ഇങ്ങോട്ട് അടക്കണ വായടച്ച്. അവര് ഡിവോഴ്സ് ആയോ? അതിപ്പോ ഇനി ആ വായടച്ചില്ലെങ്കിൽ നിന്റെ വായി ഞാൻ പഴം കുത്തി കയറ്റും. സത്യം പറയടാ, നീ എന്നെ കിഡ്നാപ്പ് ചെയ്യുവല്ലേ? പിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ പറ്റിയ ചരക്ക്. സച്ചി, ഞാൻ വലിക്കുന്നവരോടും കുടിക്കുന്നവരോടും എനിക്ക് വെറുപ്പാ. അതുകൂട്ടാൻ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് കള്ളം പറയുന്നത്. ഐ എം സോറി കള്ളം പറഞ്ഞതിന്. വാ പോകാം. എന്നെ ഇങ്ങനെ നോക്കാതെ സച്ചി. ശരിയാ, ഞാൻ കുടിക്കും വലിക്കുകയൊക്കെ ചെയ്യും. ഞാനന്ന് കള്ളം പറഞ്ഞത് തന്നെ. സോറി. ഇതുവരെയുള്ള കാര്യം എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ ഇനി നീ കുടിക്കില്ല വലിക്കില്ല, മനസ്സിലായോ? ആയി. ഇനി മേലെ എന്നോട് കള്ളം പറഞ്ഞേക്കല്ല്. ഇന്നൊരെണ്ണം കിട്ടിയ ഓർമ്മയുണ്ടോ? അതുകൂട്ടി ഇനിയും തരാൻ ഞാൻ മടിക്കില്ല. ഇനി കള്ളം പറയൂല, സത്യം. ഇന്ന് ഞാൻ നിന്നെ അടിച്ചത് വേദനിച്ചോ? വേദനിച്ചു, നന്നായി വേദനിച്ചു. കണക്കായി പോയി, വേദനിക്കാൻ തന്നെ അടിച്ചത്. കയറിക്കിടന്ന് ഉറങ്ങാൻ നോക്ക്. അങ്ങോട്ട് നീങ്ങി കിടന്നോണം. പിന്നെ ഉറക്കത്തിൽ എങ്ങനെ എന്നെ ചവിട്ടിയാ നിന്നെ ഞാൻ ചവിട്ടി താഴെ ഇടും. കിടക്കാനോ? ഇപ്പോഴേ കിടന്നുറങ്ങാൻ പോവാ? വേണ്ടടാ, പാതിരാത്രി 1 മണിക്ക് ഞാൻ ഇവിടെ തിരുവാതിര കളിക്കാം. എന്തേ, കൂടുന്നുണ്ടോ? പോയി കിടന്നുറങ്ങടാ. ഒന്നാമത് എനിക്ക് കള്ളുടിച്ചവരോട് സംസാരിക്കാൻ ഇഷ്ടമുള്ളൊരു കാര്യമല്ല. നീ കുറെ നേരം ആയല്ലോ ഞാൻ കുടിച്ചെന്ന് പറഞ്ഞ് എന്നെ മെക്കിട്ട് കയറാൻ തുടങ്ങിയിട്ട്. ശരിയാ, ഞാൻ കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എന്തോന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. ഇതൊക്കെ എനിക്ക് നാളെ ഓർമ്മയും കാണും. നീ വിചാരിക്കുന്ന കൂട്ട് ഞാൻ അത്രയ്ക്ക് ഫിറ്റൊന്നും അല്ല. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ കിടക്കുക. നീങ്ങി കിടക്ക്. എടാ ഷാരോണെ, ഇന്ന് വൈകുന്നേരം ഒന്ന് കൂടുന്നുണ്ട്. നീ വരുമല്ലോ അല്ലേ? ഇല്ല അളിയാ, ഞാൻ കുടിയൊക്കെ നിർത്തിയപ്പം. നിങ്ങൾ അടിച്ചു വിളിച്ചോ? കുടി നിർത്തിയെന്നോ? നീയോ? എടാ സത്യം പറയടാ, നിനക്ക് ലൈൻ സെറ്റായില്ലേ? എന്നിട്ട് അവളല്ലേ നിന്നോട് കുടി നിർത്താൻ പറഞ്ഞേ? എൻ്റെ പൊന്നളിയ, എനിക്ക് ലൈനൊന്നും സെറ്റായിട്ടില്ല. എനിക്ക് കുടി നിർത്താൻ തോന്നി നിർത്തി, അത്രേ ഉള്ളൂ. ഓ ശരി ശരി, എന്തായാലും നിർത്തിയതൊരു നല്ല കാര്യമാണ്. അപ്പം ശരി, ഞാൻ പോവാം. അപ്പം നന്നാവണമെന്ന് വിചാരിച്ചാൽ നന്നാവാനൊക്കെ അറിയാം. ഷാരോണെ, പ്രിൻസും സച്ചി നമ്മുടെ ഹോസ്റ്റലിലോട്ട് മാറുക. അപ്പം അവർ വന്നു കഴിഞ്ഞ് ഞാൻ പ്രിൻസിന്റെ റൂമിലോട്ട് മാറുവേ. അപ്പം ഞാൻ ഒറ്റയ്ക്കാവൂലേ? ഓ കിടന്ന് കാറാതെ, ഞാൻ പറയുന്ന മൊത്തം കേക്ക്. ഞാനും പ്രിൻസും ഒരു റൂമില്, നീയും സച്ചി ഒരു റൂമില്. പ്രശ്നം തീർന്നല്ലോ. എന്നാ കുഴപ്പമില്ല.
ഇനിയെങ്കിലും ആ സച്ചിനെ ഒന്ന് വളച്ചെടുക്കുവോ? കുറെ നാളായല്ലോ ട്രൈ ചെയ്യാൻ നോക്കിയിട്ട്, ഇതുവരെയായിട്ട് ഒന്നും നടക്കുന്നില്ല. ഞാൻ ട്രൈ ചെയ്യുക. എത്രയും വേഗം അവനെ സെറ്റാക്കാൻ പറ്റുമോ അത്രയും വേഗം അവനെ സെറ്റാക്കിക്കോ. അവസാനം കഴിവുള്ളവന്മാർ വന്ന് അവനെ വളച്ചോണ്ട് പോയിട്ട് എൻ്റെ അടുത്ത് വന്ന് കരഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിലായോ? അല്ല, എങ്ങോട്ടാ പൊന്നുമോന് തുണിയും മണിയൊക്കെ പെറുക്കി കെട്ടി? അല്ല, നാളെ ശനിയാഴ്ച അല്ലേ, ഒന്ന് വീട്ടിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. എന്നാൽ ഈ ആഴ്ച നീ വീട്ടിൽ പോകുന്നില്ല. നാളെ ശനിയാഴ്ച അല്ലേ, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാനൊക്കെ പോവാം. അതൊക്കെ നേരത്തെ പറയണ്ടേ? എന്നാ ഞാൻ പോകുന്നില്ല. അതെ, എന്താടാ? അല്ല, ഇതിപ്പോ കറങ്ങിയടിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കൊറേ നാളായില്ലേ, നിനക്കൊന്നും തോന്നുന്നില്ല? എനിക്കെന്ത് തോന്നാൻ? എന്തേലും എന്തുവാന്ന് പറഞ്ഞാലല്ലേ മനസ്സിലാവൂ. സച്ചി, ഇനി എനിക്കിത് ഹൈഡ് ചെയ്ത് വെക്കാൻ വയ്യ. ഞാൻ പറയുന്ന കേട്ട് കഴിഞ്ഞു നീ വേണമെങ്കിൽ എന്നെ തല്ലിക്കോ, പക്ഷെ എന്നെ വെറുക്കല്ലേ. സച്ചി, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. മൈ ഫീലിങ്സ് ഫോർ യു ഗോ ബിയോണ്ട് ഫ്രണ്ട്ഷിപ്പ്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയല്ല, നിന്നെ ആദ്യം കണ്ടപ്പോഴേ എനിക്കിഷ്ടമായതാ. നമ്മുടെ ഫ്രഷേഴ്സ് ഡേക്ക് നീ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടിയില്ലേ, അന്ന് ഞാൻ വീണു പോയടാ. സച്ചി, എന്തെങ്കിലും ഒന്ന് പറയടാ. എന്നും പറഞ്ഞ് ഞാൻ നിന്നെ എന്തിനു തല്ലണം? അല്ല, നീ മുമ്പേ പറഞ്ഞോണ്ട് ചോദിച്ചയാണേ. അത് പിന്നെ ഞാനൊരു ഫ്ലോയ്ക്ക് അങ്ങ് പറഞ്ഞ. ദേ ഇവിടെ മുഖത്ത് നോക്കി സംസാരിക്കും ഷാരോണേ. ഇനി എനിക്ക് പറയാനുള്ള കേക്ക്. എനിക്കും നിന്നെ ഇഷ്ടമാണ്. നിന്നെ കണ്ടപ്പോഴേ എനിക്കങ്ങ് ഇഷ്ടമായെന്നൊന്നും ഞാൻ പറയൂല. നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ് നമ്മൾ കുറേ ഓപ്പണായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ സംസാരിച്ച് എനിക്ക് നിന്നെ ഇഷ്ടമായി. നീ എൻ്റെ ടൈപ്പാന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇനി എങ്ങനെ നമ്മള്? ഇനി എന്ത്? ഐ ഗസ് നൗ വി ആർ ബോയ് ഫ്രണ്ട്സ്. പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് കേട്ടിട്ട് വേണം ഇനി നീ ഒരു തീരുമാനം എടുക്കാൻ. നമ്മുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയി കഴിഞ്ഞ് എനിക്ക് ഏതെങ്കിലും ഒരു പോയിന്റിൽ നീ എനിക്ക് സ്യൂട്ടബിൾ അല്ല എന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ ബ്രേക്കപ്പ് ആവും. അത് നിനക്കും അങ്ങനെ തന്നെ. അതായത് നിനക്ക് ബ്രേക്കപ്പ് ആവണമെന്ന് തോന്നുവാണെങ്കിൽ നമുക്കാവാം. അതുകൊണ്ട് എനിക്ക് ഒറ്റൊരു കാര്യമേ പറയാനുള്ളൂ, നമ്മൾ കൂടുതൽ അറ്റാച്ച്ഡ് ആവാതിരിക്കുക. അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലത്. നീ പറഞ്ഞതിനോടെല്ലാം എനിക്ക് ഓക്കെയാണ്. പക്ഷേ എന്ത് പ്രോബ്ലം വന്നാലും നിന്നെ ഞാൻ കൈയൊഴിയില്ല. അതിപ്പോൾ എന്താണെങ്കിലും നിന്റെ കൂടെ ഞാൻ കാണും. ദാണ്ടെ ഈയിടെയായിട്ട് നിനക്ക് ഇച്ചിരി കൂടുന്നുണ്ടോ കേട്ടോ? എന്തിനാ എപ്പോഴും ഇങ്ങനെ എന്നോടിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നേ? എനിക്ക് നീയല്ലേ ഉള്ളൂ. ഞാൻ പിന്നെ നിന്നോടല്ലാതെ വേറെ ആരോട് പോയി വഴക്കുണ്ടാക്കാനാ ഷാരോണേ? എന്നും പറഞ്ഞ് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വഴക്ക് ഇങ്ങനെ ഉണ്ടാക്കിയല്ലോ എങ്ങനാ? ഓ, ഇനി വഴക്കുണ്ടാക്കാൻ വരുന്നില്ല. കണ്ടോ, ഇതാ പ്രശ്നം. ഒന്നും പറയാനൊക്കത്തില്ല, പിന്നെ പിണക്കം എന്നോട്. ഇത് കൊള്ളാം, രണ്ടിന്റെയും ചിണങ്ങല് കഴിഞ്ഞില്ലയോ? ഡേ, കോളേജിൽ പോകാൻ സമയമായെന്ന്. ഒന്നാമത് അറ്റൻഡൻസ് ഇല്ല, വാടേ. എന്ത് പറ്റി? ഇവിടെ രണ്ടിന്റെ പിണക്കം കഴിഞ്ഞില്ലേ? എവിടെന്ന്? രണ്ടിന്റെ അടി ഇതിലായിട്ടും കഴിഞ്ഞിട്ടില്ല. ഏയ്, അങ്ങനൊന്നുമില്ല, ഞങ്ങളൊക്കെയാണ്. എവിടെ ഓക്കെയാണെന്ന്? ഞാൻ ഓക്കെ അല്ല. പിണങ്ങാതെ പൊന്നെ. നീ ഇപ്പം വാ, നമുക്ക് കോളേജിൽ പോവാം. എന്നിട്ട് വൈകുന്നേരം വന്നിട്ടെല്ലാം സെറ്റാക്കാം. അല്ല അളിയ, ഇന്നത്തെ സച്ചിയുടെ പ്രശ്നം എന്തുവാ? എൻ്റെ പൊന്നളിയ, ഞങ്ങൾ ഇന്നലെ കുഴിമന്തിയാ കഴിച്ചത്. എൻ്റെ കഷ്ടകാലത്തിന് അവൻ്റെ പ്ലേറ്റിലോട്ട് ഞാൻ മറ്റേ ചുമന്ന കറിയൊന്നും ഒഴിച്ച്. അവനത് ഇഷ്ടമല്ലെന്ന് ഞാൻ അറിഞ്ഞോ? അപ്പം തൊട്ട് തുടങ്ങിയതാ എന്നോടിങ്ങനെ. ബോയ് ഫ്രണ്ട് ആകുമ്പോൾ എല്ലാം മനസ്സിലാക്കി ചെയ്യണം. അല്ല, നിന്റെ വിചാരം ഒന്ന് ഞാൻ വല്ല മെന്റലിസ്റ്റ് ആണെന്നാണോ? നിനക്ക് എന്തെങ്കിലും ഇഷ്ടമല്ലെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാലല്ലേ എനിക്ക് മനസ്സിലാവൂ. എനിക്ക് മനസ്സൊന്ന് വായിക്കാൻ അറിഞ്ഞൂടാ. ഇനി നിനക്ക് വേണ്ടി ഞാൻ അതും പഠിക്കേണ്ടി വരുമോ? വേണ്ടി വരുവാണെങ്കിൽ നീ പഠിക്കണം. എന്ത് സ്വഭാവം ഇത്? എന്റെ പൊന്നു പിള്ളേരെ ഒന്ന് നിർത്ത്, വാ കോളേജിൽ പോവാം. അളിയാ, ഇല്ല, അവനെന്ത് വീർപ്പിച്ച് കെട്ടി നടക്കുന്നേ? ആര്? സച്ചിയാ? ദൈവമേ, കോളേജ് വരുന്നത് വരെ അവനൊരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഇനി ഞാൻ എന്തോ ചെയ്തോ ആവോ.
ദൈവമേ, എന്നെ നോക്കി ദഹിപ്പിക്കും അവൻ. എന്നാലും ഞാൻ എന്തോ ചെയ്തെന്നൊരു പിടിയില്ലല്ലോ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവൻ ഉണ്ടാക്കിയേ, അതിന് ഞാൻ കോംപ്ലിമെന്റ് ചെയ്തില്ല. അതാവും കാരണം. ബേബി, ഞാൻ ആരുടെ നിന്റെ ബേബി? എന്നെ മേലെ അങ്ങനെ വിളിച്ചു വായിക്കല്ലേ. ബേബി പോലും ബേബി, അവന്റെ കുഞ്ഞമ്മയുടെ ബേബി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം അകത്താക്കിയിട്ട് ഒറ്റയൊരു പോക്കായിരുന്നു, എന്നെ പോലും കൂട്ടാതെ. എന്നാ കൊള്ളാവോ ഇല്ലയോ എന്നൊരു അഭിപ്രായം പോലും നീ പറഞ്ഞില്ല. സോറി, അത് അബദ്ധം പറ്റിപ്പോയി, ഒന്ന് ക്ഷമിക്കേ. കൊള്ളക്കരച്ച് ലേറ്റല്ലേ. ഇതേണ്ട ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ആയിട്ട് പറയുക, ഇനിയെങ്ങാനും നീ എൻ്റെ എഫേർട്സ് അപ്രീഷിയേറ്റ് ചെയ്ത് ഇഗ്നോർ ചെയ്താൽ നിന്നിട്ടിട്ട് ഞാൻ എൻ്റെ പാട്ടിനും പറഞ്ഞേക്കാം. ഇനി അങ്ങ് ചെയ്യൂലോ, സത്യം. ചെയ്തില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. നിങ്ങൾ വന്നോ? എന്താ മീറ്റിങ്ങിൽ പറഞ്ഞേ? അളിയ, ചെറിയ സീനുണ്ട്. ഹോസ്റ്റലിൽ മഞ്ഞപ്പിത്തം സ്പ്രെഡ് ആവുന്നു. 7 പേര് ഹോസ്പിറ്റലാ. അതുകൊണ്ട് നമ്മളോടൊക്കെ 2 ആഴ്ചത്തേക്ക് വീട്ടിലോട്ട് പോകാൻ പറഞ്ഞു. ക്ലാസ്സൊക്കെ ഇനി ഓൺലൈൻ ആയിരിക്കും അത്രേ. നാളെ ഉച്ചയ്ക്ക് മുന്നേ എല്ലാവരും പോകണമെന്ന് പറഞ്ഞ് ഹോസ്റ്റലിൽ പൂട്ടാൻ പോവാ 2 ആഴ്ചത്തേക്ക്. 2 ആഴ്ചത്തേക്കോ? ഇനി 2 ആഴ്ച കാണാൻ പറ്റില്ലല്ലേ? ആടാ, അതെ. നമ്മുടെ സേഫ്റ്റിക്കല്ലേ. എന്നാ ഞാൻ പോട്ടെ, പാക്ക് ചെയ്യാനുണ്ട്. എന്നാൽ ഞാനും ഞങ്ങളുടെ റൂമിലോട്ട് ചെല്ലട്ടെ, പാക്ക് ചെയ്യാനുണ്ട്. നാളെ 7:30 ഒരു ബസ്സുണ്ട്, അത് ബുക്ക് ചെയ്ത് പോകണം. സച്ചി, അപ്പൊ 2 ആഴ്ച കാണാൻ പറ്റൂല അല്ലേ? കാണാൻ പറ്റൂല. പോട്ടെ, 2 ആഴ്ചത്തെ കാര്യല്ലേ, എങ്ങനെയെങ്കിലും തള്ളി നീക്കാം. അല്ലാതെ ഇനി എന്ത് ചെയ്യാൻ? നീ ഇങ്ങനെ ഡൗൺ ആവാതെ. ഡൗൺ ആയിട്ടും കാര്യമില്ല. എന്നാ ഞാൻ പാക്ക് ചെയ്യട്ടെ, നീയും ചെയ്യും. അളിയന്മാരെ, ഞങ്ങൾ ഇറങ്ങുക. പകുതി വരെ പ്രിൻസ് കാണും എൻ്റെ കൂടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ വേറെ ബസ് കയറി പോണം. 7:30 ബസ്സാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ഇപ്പം തന്നെ 7 മണി. ഞങ്ങൾ ഇറങ്ങുവാണേ. ആളിയാ, ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. ഞങ്ങളും കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങും. സച്ചി ട്രെയിനിലാണ് പോകുന്നത്, 9 മണിയുടെ. അവനെ കയറ്റി വിട്ടിട്ട് ഞാനും പോവും. ഞാൻ ബസ്സിനാണ് പോകുന്നത്. ആടാ, അബി വാ, നമുക്കിറങ്ങാം, സമയമായിട്ടോ. എന്നാ ശരി, നിങ്ങൾ വിട്ടോ. ഇനി 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാം. എന്താ നോക്കുന്നേ? ഇനി 2 ആഴ്ച കാണാൻ പറ്റില്ലല്ലോ. 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ, അതങ്ങ് പെട്ടെന്ന് പൊയ്ക്കോളും. എന്നെ എന്നും വിളിക്കാം, പോരെ? എന്നും വിളിക്കാം. ഈ സച്ചി എന്താ ഫോൺ എടുക്കാത്ത? വിളിച്ചിട്ട് ഇന്നലെ വീട്ടിൽ പോയതാ. അവൻ എത്തിയോ ഇല്ലയോ എന്ന് പോലും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടില്ല. പ്രിൻസിനെ ഒന്ന് വിളിച്ചു നോക്കാം. ഇനി എന്നോട് എന്തെങ്കിലും കാരണം കൊണ്ട് പിണങ്ങിയിരിക്കുവാണെങ്കിലോ. ഹലോ പ്രിൻസേ, സച്ചി നിന്നെ വിളിച്ചായിരുന്നോ? അവൻ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. ഷാരോണെ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുവായിരുന്നു. എനിക്ക് അറിഞ്ഞൂടാ. അവനെ വിളിച്ചിട്ട് എടുക്കുന്നുമില്ല, മെസ്സേജ് ഇട്ടിട്ട് റിപ്ലൈ ഇല്ല. അവനാണെങ്കിൽ ഓൺലൈൻ ക്ലാസ്സിനും കയറിയിട്ടില്ല. വീട്ടിൽ വിളിച്ച് ചോദിക്കാമെന്ന് വിചാരിച്ചാൽ അവരുടെ ഒന്നും നമ്പർ എൻ്റെ കയ്യിൽ ഇല്ലതാനും. ഇന്നലെ വീട്ടിൽ എത്തിക്കഴിഞ്ഞ് നിന്നെ വിളിക്കുകയെല്ലാം ചെയ്തായിരുന്നു. ഇല്ലടാ, അവൻ എന്നെ വിളിച്ചിട്ടില്ല. എനിക്കെന്തോ ഒരു പേടി. അവനങ്ങനെ വിളിക്കാതൊന്നും ഇരിക്കുന്നതല്ല. ഒന്നും പറയണ്ട പ്രിൻസേ, സച്ചിയുടെ ഒരു വിവരവും ഇല്ല. ഷാരോണാണെങ്കിൽ അവൻ്റെ വീട് തലതിരിച്ച് വെച്ചേക്കുവാന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ വിളിച്ച്. ഞാൻ ഷാരോന്റെ നാട് വരെ ഒന്ന് പോകാൻ റെഡിയായി നിൽക്കുക. അവനെ പോയി ഒന്ന് സമാധാനിപ്പിക്കണം. എനിക്ക് 3-4 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് അങ്ങോട്ടേക്ക്. ഓ ആണോ? എന്നാൽ ഞാനും വരാം. എനിക്കിവിടുന്ന് ഒരു 1.5 മണിക്കൂറിൻ്റെ കാര്യമേ ഉള്ളൂ. അവിടെ ചെന്നിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. അല്ല, അവനെന്തോ പറ്റിയത് തന്നെ. അല്ലെങ്കിൽ സച്ചി എന്നെങ്ങനെ വിളിക്കാതിരിക്കില്ല. ഇനിയിപ്പോ അവൻ എന്നോട് എന്തെങ്കിലും ദേഷിച്ചിരിക്കുവാണെങ്കിൽ അവൻ നിങ്ങളെയൊക്കെ വിളിക്കണ്ടേ അല്ലേ? ഇത് അവനെന്തോ പറ്റിയത് തന്നെ. എടാ ചെക്ക, അവനൊന്നും പറ്റിയിട്ടില്ല. എന്തെങ്കിലും കാരണം കാണുമെന്ന്. അതന്നെ എൻ്റെ പൊന്ന് ഷാരോണെ, നീ ഒന്ന് അടങ്ങ്, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. എനിക്കറിഞ്ഞൂടാ. എനിക്ക് പോണം. എനിക്കിപ്പോൾ അവൻ്റെ നാട്ടിൽ പോണം. പ്രിൻസിന് അറിയാമല്ലോ അവൻ്റെ നാട് എവിടാന്ന്. നീ അവനൂടെ പോയിട്ടുള്ളതല്ലേ? വാ, നമുക്ക് പോവാം. എനിക്കിപ്പോൾ അവനെ കാണണം. എടാ ചെക്ക, ഞാൻ അവൻ്റെ വീട്ടിൽ കഴിഞ്ഞ വർഷം കണ്ടാ പോയത്. അറിയാത്തൊരു സ്ഥലമല്ലേ, ഞാൻ ഒരു വട്ടമല്ലേ പോയിട്ടുള്ളൂ. എനിക്ക് വഴിയൊന്നും അറിഞ്ഞൂടാ. അവൻ്റെ വീട് ആലപ്പുഴയിലാന്ന് മാത്രമേ അറിയാം. അതും പ്രോപ്പർ ആലപ്പുഴയൊന്നും അല്ല. നമ്മൾ എവിടാന്ന് പറഞ്ഞ് പോയി തേടാൻ അവനെ. എനിക്കതൊന്നും അറിയണ്ട. എനിക്ക് സച്ചി ഇപ്പം കാണണം. സച്ചിയാ?
എടുത്ത് സംസാരിക്കടാ, അത് കട്ടാവുന്നതിന് മുന്നേ. ഹലോ, നീ എവിടാ? നീ എന്താ എന്നെ ഇത്രയും ദിവസമായിട്ട് വിളിക്കാഞ്ഞേ? ഷാരോണെ, എല്ലാം പറയാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ. എനിക്ക് നിന്നെ ഒന്ന് കാണണം, നേരിട്ട് കണ്ട് സംസാരിക്കണം. വാട്സപ്പിൽ ഞാൻ ലൊക്കേഷനും നിനക്ക് വേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം. നിനക്ക് ഈ ആഴ്ചക്കുള്ളിൽ വരാൻ പറ്റുമോ? ഞാൻ നാളെ തന്നെ വരാം. എവിടാന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അവിടെ എത്താം. നീ നീ സേഫ് അല്ലേ? ഏയ് കരയല്ലേ, ഞാൻ സേഫാണടാ, സീനൊന്നും ഇല്ല. നീ ലൊക്കേഷനൊക്കെ ഇട്ട് തരാം, ഞാൻ നാളെ തന്നെ വരാം. അവനെന്തോ പറഞ്ഞേ? നീ അവൻ്റെ വീട്ടിൽ പോവാണോ നാളെ? പോവാ. അവനെന്നെ നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന്. എന്തായാലും നീ ഒറ്റയ്ക്ക് പോവണ്ട, അറിയാത്തൊരു സ്ഥലമല്ലേ, ഞങ്ങളും വരാം. ലൊക്കേഷൻ അനുസരിച്ചും പിന്നെ ആ കടയിലെ ചേട്ടൻ പറഞ്ഞത് വെച്ച് നോക്കുവാണെങ്കിൽ ഇതായിരിക്കണം അവൻ്റെ വീട്. ആടാ, ഇത് തന്നെ വീട്. അവൻ്റെ വീട് എങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ആ മോനെ പ്രിൻസേ, നിങ്ങൾ എത്തിയായിരുന്നോ? നിങ്ങൾ വരുമെന്ന് സച്ചി പറഞ്ഞായിരുന്നു. സച്ചി അവൻ എവിടെ ആൻറ്റി? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ അകത്തേറി വാ. നാല് ദിവസമാണ് നിന്റെ ഒരു വിവരമില്ലാതെ ഞങ്ങൾ 3 പേരും തീ തിന്നത്. ഞങ്ങൾ എന്തുമാത്രം ടെൻഷൻ അടിച്ചോ നിനക്കറിയോ? ഇനി ഞങ്ങളെന്തിനു ഇവിടെ വിളിപ്പിച്ചെന്ന് പറ. എടാ, ഞാനെല്ലാം പറയാം, അതിനുള്ളൊരു സ്പേസ് ഇതാ. എന്നാ പറ. എനിക്ക് ക്യാൻസറാണ്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നപ്പം എനിക്ക് നോസ് ബ്ലീഡ് ഉണ്ടായി. അത് വെച്ചോണ്ടിരിക്കാതെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചു. എന്നിട്ട് ഡോക്ടർ കുറച്ച് ടെസ്റ്റിനൊക്കെ എഴുതി തന്ന് ഞങ്ങൾ അതൊക്കെ ചെയ്തു. അതിൻ്റെയൊക്കെ റിസൾട്ട് വന്നത് നമ്മളെ വീട്ടിലോട്ട് വന്നില്ലേ അന്നാണ്. അതിൽ എനിക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം ഞാൻ ശരിക്കും പേടിച്ചു പോയി. നിങ്ങളുടെ കോൾസിനും മെസ്സേജിനൊക്കെ ഞാൻ എങ്ങനെ റിപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങളെന്തോ ഒരുമാതിരി മരണ വീട്ടിൽ ഇരിക്കുന്നേ? ചികിത്സിച്ചാൽ മാറാവുന്നതേ ഉള്ളെന്നാ ഡോക്ടർ പറഞ്ഞേ. നിങ്ങളുടെ കിരിപ്പ് കണ്ടാ തോന്നി ഞാനിപ്പോൾ അങ്ങ് ചത്തുപോകുന്നു. എനിക്കിപ്പോൾ ആവശ്യം നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാ, അല്ലാണ്ട് സഹതാപമല്ല. എല്ലാം മാറി ഞാൻ പഴയതുപോലെ തിരിച്ചു വരും. അതിപ്പോൾ എൻ്റെ ഒരു വാശിയാ. എന്നെ തളർത്താൻ ഒരു ക്യാൻസറിനും കഴിയില്ല. ആ, ഇതാണ് ഞങ്ങൾക്കറിയാവുന്ന സച്ചി. കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? എന്തിനും ഞങ്ങൾ നിന്റെ കൂടെ കാണും, താങ്ങും തണലുമായി. നിന്റെ കൂടെ ഞാൻ കാണും. നീ ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഓരോ കഠിനമായ സാഹചര്യത്തിലും നിനക്ക് താങ്ങാൻ ഞാൻ കാണും. നിനക്ക് ഞാൻ വാക്ക് തന്നതാ, എന്തിനും നിന്റെ കൂടെ സപ്പോർട്ടായി കാണുമെന്ന്. അത് ഞാൻ പാലിച്ചിരിക്കും. ഇത് ഞാൻ പറഞ്ഞത് വേറൊരു ഒബ്ലിഗേഷന്റെ പേരിലല്ല. നീ എൻ്റേതാണ്. ഇത് ഞാൻ ചെയ്യുന്നത് നിനക്ക് വേണ്ടി മാത്രമല്ല, നമുക്ക് വേണ്ടിയും കൂടാ. സച്ചിയുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോകാൻ കാരണം ക്യാൻസറായിരുന്നു. എനിക്കിപ്പോൾ അവൻ മാത്രമേ ഉള്ളൂ. അവനൊരാപത്തും വരില്ല എന്ന എൻ്റെ പ്രാർത്ഥന. ഏയ്, അവനൊന്നും പറ്റില്ല ആൻറ്റി. കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞ്. അതുകൊണ്ട് ഇനി അവനെന്തെങ്കിലും പറ്റുമെന്ന് ഓർത്ത് പേടിക്കേണ്ട ആവശ്യമില്ല. അത് തന്നെ ആൻറ്റി പേടിക്കേണ്ട. നമ്മൾ സച്ചിക്ക് ഒന്നും വരില്ല. സച്ചി ഇതെല്ലാം ഓവർകം ചെയ്യും. എന്നിട്ട് നമ്മുടെ പഴയ സച്ചിയായിട്ട് അവൻ തിരികെ വരും. ഇനി നമ്മളെ കൊണ്ട് പറ്റുന്നത് അവനെ സപ്പോർട്ട് ചെയ്യുക എന്നതാണ്. കഴിവതും അവൻ്റെ മുന്നിലിരുന്ന് കരയാതിരിക്കുക. കാരണം അതവനെ കൂടുതൽ വേദനിപ്പിക്കും. അവൻ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ അവന് നല്ല പേടിയുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സങ്കടവും പേടിയൊക്കെ മാറ്റി വെച്ച് നല്ല സ്ട്രോങ് ആയിട്ട് അവന് വേണ്ടി നിൽക്കണം. എന്നാലേ അവനിത് ഈസിയായി ഓവർകം ചെയ്യാൻ പറ്റൂ. ആ മോനെ, ഇനി ഞാൻ അവൻ്റെ മുന്നിൽ ഇരുന്ന് കരയില്ല. എന്താണ് എല്ലാവരും കൂടെ ഞാനില്ലാതൊരു ഗൂഢാലോചന? ഏയ്, ചുമ്മാ ഭാവി അമ്മായിമ്മയോട് കുറച്ച് കുശലം പറഞ്ഞിരുന്നയാ. പതുക്കെ പറച്ചക്ക, ഞാൻ ഇതുവരെ നമ്മുടെ കാര്യം അമ്മയോട് പറഞ്ഞിട്ടില്ല. ഓ, നീ പറയുന്ന കേട്ടാ തോന്നുന്നു എനിക്കൊന്നും അറിയത്തില്ലെന്ന്. നിന്റെ രണ്ടിൻ്റെയും പെരുമാറ്റം കണ്ടാൽ അറിയാം, രണ്ടും ഡിങ്കോൾഫിയാണെന്ന്. കൊച്ചു കള്ളിയെല്ലാം മനസ്സിലാക്കി കളഞ്ഞല്ലോ. അപ്പൊ എൻ്റെ അമ്മായിമ്മയ്ക്ക് ബുദ്ധിയില്ലെന്ന് സച്ചി പറഞ്ഞത് വെറുതെ അല്ലേ? ഓഹോ, അപ്പൊ ഈ കുരിപ്പ് അങ്ങനെ പറഞ്ഞോ എനിക്ക് ബുദ്ധിയില്ലെന്ന്? എന്ത് പറ്റി? അല്ല, സച്ചിക്ക് ഇങ്ങനെ വന്നല്ലോ എന്ന് ഓർത്തപ്പം ഒരു സങ്കടം. ഏയ്, സങ്കടപ്പെടണ്ട. അവനിതെല്ലാം ഓവർകം ചെയ്യും.
എന്നാൽ 4 വാ, നമുക്ക് ഫുഡ് കഴിക്കാം എന്നാ. ചെക്കപ്പിന് പോയിട്ട് ഡോക്ടർ എന്തോ പറഞ്ഞു. നീ വരണ്ടെന്ന് പറഞ്ഞോണ്ടാ ഞങ്ങളാരും വരാഞ്ഞേ. വേറെ കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് വീക്ക് തൊട്ട് കീമോതെറാപ്പി സ്റ്റാർട്ട് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് 6 ഡോസ് എടുക്കേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. മെഡിസിനോട് എൻ്റെ ബോഡി റിയാക്ട് ചെയ്യുന്നതിൻ്റെ അനുസരിച്ച് ഡോസ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യും. അതൊക്കെ പറയാമെന്നാ പറഞ്ഞത്. നീ സ്ട്രോങ് ആയി എല്ലാം നേരിടണം. ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കൂടെ ഞങ്ങളുണ്ട്. പേടിയില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല, പേടിയുണ്ട്. പക്ഷെ ഞാനിതൊക്കെ ഓവർകം ചെയ്യും. പിന്നെ നാളെ തൊട്ട് ക്ലാസ് ഓഫ്ലൈൻ ആക്കുക. ഞാനും പ്രിൻസ് ഇന്ന് തിരികെ പോവുക. ഞങ്ങൾക്ക് അറ്റൻഡൻസിൽ ഷോർട്ടേജ് ഉണ്ട്. നെക്സ്റ്റ് വീക്ക് എപ്പോഴാണ് കീമോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മതി, ഞങ്ങളൊന്ന് വരും. കീമോ ചെയ്യാൻ പോകുന്നത് വർക്കിംഗ് ഡേയ്സിലൊക്കെ ആയിരിക്കും. നിങ്ങൾ സാറ്റർഡേയോ സൺഡേ ഒക്കെ നോക്കി എന്നെ കാണാൻ വന്നാൽ മതി. കീമോ ചെയ്യുന്നതിൻ്റെ അന്ന് നിങ്ങൾ വരണമെന്നില്ല, ക്ലാസ് പോയി അറ്റൻഡ് ചെയ്യാൻ നോക്ക്. അതൊക്കെ നമുക്ക് അപ്പോഴത്തെ സാഹചര്യം പോലെ ചെയ്യാം. പ്രിൻസും അബിയും പോകുന്ന കാര്യം പറഞ്ഞുള്ളല്ലോ, നീ പോകുന്നില്ലേ? ഇല്ല, ഞാൻ നിന്റെ കൂടെ നിൽക്കാൻ പോയവിടെ. എൻ്റെ കൂടെ നിന്നാലെങ്ങനാ? നിനക്ക് കോളേജിലൊന്നും പോണ്ടേ? അവസാനം എക്സാം എടുക്കുമ്പോൾ അറ്റൻഡൻസ് ഇല്ലെങ്കിൽ പിന്നെ നിനക്ക് കണ്ടോണേഷൻ അടക്കേണ്ടി വരുവേ. ഞാൻ എൻ്റെ കോഴ്സ് ഡിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതിനുള്ള ആപ്ലിക്കേഷൻ എല്ലാം കൊടുത്തു ഞാൻ. നീ എന്തിനാ അങ്ങനെ ചെയ്യാൻ പോയേ? നിനക്കൊരു താങ്ങായിട്ട് ഇവിടെ നിൽക്കാൻ. അല്ലാതെന്തിന്? നിന്റെ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നിങ്ങൾക്കൊരാൺതുണ ആവശ്യമാണ്. അതുമല്ല, ഞാൻ നിന്റെ ബോയ് ഫ്രണ്ട് അല്ലേ. നിനക്ക് പിന്നെ ഞാനല്ലാതെ വേറെ ആര് സപ്പോർട്ട് തരാനാ? നീ നിന്റെ കോളേജ് ലൈഫാണ് ഈ കളഞ്ഞു വിളിക്കാൻ പോകുന്നത്. വർഷങ്ങൾ കഴിഞ്ഞ് നീ പിന്നോട്ട് നോക്കുമ്പോൾ കോളേജ് ലൈഫ് എന്ന് പറഞ്ഞ് നിനക്കൊരു മെമ്മറി ഉണ്ടാകില്ല. അതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ചും കണ്ടും എടുക്കണം. നീ റിഗ്രറ്റ് ചെയ്യില്ല നിന്റെ തീരുമാനമൊന്നും. ഇപ്പം എന്നോട് എൻ്റെ ബെസ്റ്റ് കോളേജ് മെമ്മറി എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും നിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതാണെന്ന്. ബ്രേക്കിൻ്റെ ഇടയിലുള്ള നമ്മളെ സ്മോൾ കോൺവെർസേഷൻസ് ആൻഡ് ഫൈറ്റ്സ്, ഇതൊക്കെയാണ് എൻ്റെ ബെസ്റ്റ് മെമ്മറി. നീ ഇല്ലാത്ത ഒരു കോളേജ് മെമ്മറീസും എനിക്ക് ഓർത്തു വെക്കാനില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ ഡിസിഷൻസ് ഒന്നും ഞാൻ റിഗ്രറ്റ് ചെയ്യത്തില്ല. നീ ഇല്ലാത്ത കോളേജിൽ പോയി ഞാൻ എന്തോ മെമ്മറി ഉണ്ടാക്കാനാടാ. ഞാനിവിടെ കാണും നിന്റെ കൂടെ. ഇതൊന്നും നീ പിന്നീട് റിഗ്രറ്റ് ചെയ്യല്ലേ, അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. നിന്നെ പ്രേമിച്ചത് ഞാൻ റിഗ്രറ്റ് ചെയ്തിട്ടുമില്ല, ചെയ്യുന്നുമില്ല, ചെയ്യാൻ പോകുന്നുമില്ല. അതുകൊണ്ട് ഇനി മേലെ ആ മാതിരി വർത്തമാനം എന്നോട് പറഞ്ഞേക്കല്ലേ. അത് നീ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞല്ല. എന്തായാലും ഇനി അങ്ങനത്തെ വർത്തമാനം നിന്റെ വായിന്ന് വീണു പോയേക്കല്ലേ. പറയല്ലേ ഇനി. ഈ മുടി വെട്ടിക്കളയണ്ടേ? നാളെയാണ് ഫസ്റ്റ് കീമോ. വേണ്ട, തന്നെ പൊഴിഞ്ഞു പോയിക്കോട്ടെ. എടാ, അങ്ങനെ പൊഴിഞ്ഞു പോന്ന കാണുമ്പോൾ നിനക്ക് വിഷമമാവും. മുടി വെട്ടുന്നില്ലെന്നല്ലേ നിന്നോട് ഞാൻ പറഞ്ഞേ? ശരി, വെട്ടുന്നില്ല, പോരെ, കിടന്ന് ചാടണ്ട. എന്താ പൊന്നെ, എന്ത് നിന്റെ മനസ്സിൽ എന്നോട് സംസാരിക്കുക? മുടി പോയി കഴിഞ്ഞാൽ എന്നെ കാണാൻ ഒട്ടും കൊള്ളില്ലായിരിക്കും അല്ലേ? പിന്നെയും തുടങ്ങിയല്ലോ. നിന്റെ ലുക്കൊന്നും ആ സമയത്ത് ആരും നോക്കാൻ പോകുന്നില്ല. കീമോ എടുക്കാൻ തുടങ്ങുമ്പം എൻ്റെ ബോഡിയൊക്കെ വീക്കാവും. ഞാൻ ഒത്തിരി മെലിഞ്ഞു പോവായിരിക്കും. എന്നെ കാണാൻ കൊള്ളാതെയാവും. അപ്പോൾ നിനക്ക് എന്നെ വേണ്ടാതായാലോ? ഇതിനൊക്കെ എന്ത് മറുപടി എനിക്ക് നിനക്ക് തരണ്ടേന്നറിയില്ല. നിന്റെ പാർട്ട്ണറിൽ നിനക്ക് ലുക്ക് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനല്ല. ഒരു അസുഖം വന്ന് നിന്റെ രൂപമൊക്കെ മാറിയെന്ന് പറഞ്ഞ് എനിക്ക് നിന്നെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല സച്ചി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. എന്തൊക്കെ വന്നാലും നിന്നെ ഇട്ടിട്ട് ഞാൻ പോവില്ല. എനിക്കതിന് പറ്റില്ല. അവസാനമായി ഒന്നുകൂടെ ചോദിക്കുക, എന്നെ ഇട്ടിട്ട് പോവില്ലല്ലോ? ഒരിക്കലും പോവില്ല സച്ചി. Then tonight, make me yours. നീ എന്താ ചോദിക്കുന്നതെന്ന് നിനക്ക് വല്ലതും പേടിയുണ്ടോ? I know everything. Just do it, man. ഡോക്ടർ നന്നായി വെള്ളം കുടിക്കാൻ പറഞ്ഞു. പിന്നെ ഫുഡൊന്നും കഴിക്കണ്ടെന്നാ പറഞ്ഞ് ഇത് തീരുന്നത് വരെ. ഇതെപ്പം കഴിയുമായിരിക്കും? 4-5 മണിക്കൂർ എടുക്കും. നീ വേണമെങ്കിൽ കിടന്നുറങ്ങിക്കോ. വിശക്കുവാണെങ്കിൽ പറയണേ, ജ്യൂസ് എന്തെങ്കിലും വാങ്ങിത്തരാം. പറയാം.
കഴിഞ്ഞു. നിനക്ക് എങ്ങനെയുണ്ട്? വിശക്കുന്നുണ്ടോ? ഫുഡ് മേടിച്ചു തരട്ടെ, അതോ വീട്ടിൽ പോയി കഴിച്ചാൽ മതിയോ? ശരീരമൊക്കെ വീക്കായി തോന്നുന്നു. നടക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എനിക്ക് വീട്ടിൽ പോയാൽ മതി. എന്നാൽ വീട്ടിൽ പോവാം. അല്ലെങ്കിലും വെളിയിലത്തെ ഫുഡ് കഴിക്കാതിരിക്കുന്നേ നല്ലത്. അമ്മ ഡോക്ടർ പറഞ്ഞ പോലൊക്കെ ഫുഡ് ഉണ്ടാക്കി തരാം. സച്ചി, ഇനി നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയാ? ഞാനും ഡിസ്റ്റൻ്റ് ആക്കി. എക്സാം എഴുതാൻ മാത്രം പോവും. എനിക്കിനി കോളേജിൽ പോയി പഠിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ അങ്ങനെ? കുറച്ച് മാസം കഴിയുമ്പോൾ നീ ഓക്കെ ആവുമല്ലോ. അത് കഴിഞ്ഞ് കോളേജിൽ പോയി തുടങ്ങും നീ. എനിക്ക് കോളേജിൽ പോകണ്ട. ശരി, നിനക്ക് കോളേജിൽ പോവണ്ടെങ്കിൽ പോവണ്ട. പക്ഷേ ഡിസ്റ്റൻ്റ് ആയിട്ടാണെങ്കിലും എല്ലാം പഠിച്ച് എക്സാം എഴുതി പാസ്സായിക്കോണം. അത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. പഠിച്ച് പാസ്സായിക്കോളാം. സാരമില്ല, അതൊക്കെ ഒന്നേരെ. 2 കീമോ കഴിഞ്ഞില്ലേ? ഇനി മരുന്നിൻ്റെ എഫക്റ്റ് കാണിക്കാൻ തുടങ്ങും. മുടി കൊഴിയും. നീ ഇതിലൊന്നും തളരല്ലേ. സാരമില്ല കേട്ടോ, നീ സ്ട്രോങ് ആയിരിക്കെ. നിന്റെ കൂടെ ഞാനുണ്ട്. സച്ചി, നീ ചിരിച്ചു കണ്ടിട്ട് ഇപ്പം എത്ര ദിവസമായി എന്നറിയോ? ഐ എം മിസ്സിങ് എ സ്മൈൽ. കുറെ നേരം കൊണ്ട് തുടങ്ങിയാണല്ലോ ഈ എഴുത്ത്. എന്തുവാ ഈ കാര്യമായിട്ട് എഴുതുന്നേ? ചുമ്മാ ഒരു ചെറിയൊരു പോം. ആഹാ, ഈ പുതിയ ശീലമൊക്കെ എപ്പോൾ തുടങ്ങി? അല്ല, ഞാൻ വായിച്ചു നോക്കിക്കോട്ടെ. നിനക്ക് വേണ്ടി എഴുതിയത് തന്നെ. You fell in love with a boy who has stars in his eyes and never loses his smile. He can light up a room and still shine bright. Sometimes life slaps so hard between exhaustion and expectation. The boy you loved forgets to shine, but our love that I thought would never fall start to change from bright to strong. And then you hold me when my eyes feel so heavy. Whenever you smile, I know you're looking for the old spark, which I also miss. I feel helpless, not knowing how to bring back my smile, which started to fade. I'm sorry for pulling you into my storm, but now I'm scared that I can never let you go. But I also know that the boy you love is never gone. It's my shine that I'm trying to bring back, not for me, but for you. എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു നാൾ ഈ പോം യൂണിവേഴ്സിറ്റി ലെവൽ പഠിക്കാൻ വരും. അപ്പം സാറിന്ന് പഠിപ്പിച്ച പോം അത് സാറിൻ്റെ ബോയ് ഫ്രണ്ട് എഴുതിയതാ? അതെ. എന്നിട്ട് പിന്നെന്ത് സംഭവിച്ചേ? ഡിഡ് യു സ്റ്റേ വിത്ത് ഹിം ലൈക്ക് യു പ്രോമിസ്ഡ്? അങ്ങനെ ലാസ്റ്റ് കീമോയും കഴിഞ്ഞു. ഡോക്ടർ പറഞ്ഞത് ഇനി മെഡിസിൻ കണ്ടിന്യൂ ചെയ്താൽ മതി എന്നാ. 6 മാസം കൂടി ഇരിക്കെ ചെക്കപ്പ് കാണും. അത് മുടങ്ങാതെ പോകണം. പിന്നെ മരുന്ന് മുടങ്ങാതെ ഡോക്ടർ പറയുന്ന അത്രയും കാലം കണ്ടിന്യൂ ചെയ്യണം. So finally, the war is over, right? ശരണേ, ഇനി നിനക്ക് വേണമെങ്കിൽ പോകാം. നീ നിന്റെ പ്രോമിസ് പാലിച്ചു. ഇനിയും നീ അത് ഹോൾഡ് ചെയ്ത് എൻ്റെ കൂടെ നിൽക്കണമെന്നില്ല. ഒരു രോഗിയായി എൻ്റെ കൂടെ നിന്ന് നീ നിന്റെ 1 വർഷം കളഞ്ഞു. ഇനിയും നീ എൻ്റെ കൂടെ നിന്ന് നിന്റെ ലൈഫ് സ്പോയിൽ ചെയ്യണ്ട. എന്തോ നീ പറഞ്ഞേ? Sharon, you deserve someone healthier and better than me. നന്ദി ഇല്ലാത്തവനെ, ഇത്ര നാളെ നിന്റെ കൂടെ നിന്നത് ഞാൻ ഇത് കേൾക്കാനാണോ? അതെ, ഞാൻ നന്ദിയില്ലാത്തവൻ തന്നെ. ഷാരോൺ, ഐ ഡോണ്ട് ഡിസേർവ് യു. ഞാൻ ഇതൊക്കെ ഒന്ന് നിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കി. എനിക്ക് പകരം ഇത് നിനക്കായിരുന്നെങ്കിലോ വന്നേന്ന്. അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നില്ല നീ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്ന കൂട്ടൊക്കെ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നെന്ന്. ഐ ലവ് യു സോ മച്ച് ഷാരോൺ, ബട്ട് ഐ ഡോണ്ട് ഡിസേർവ് യു. നിന്നെ ഇട്ടിട്ട് പോകാൻ എനിക്ക് ഒരു ഉദ്ദേശവും ഇല്ല. ലാസ്റ്റ് വാണിംഗ് ആണ് സച്ചി. ഇമാതിരി വർത്തമാനം പറയാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ ആ നാക്ക് അവിടെ കാണില്ല. എന്നാലും തല്ലണ്ടായിരുന്നു പാപം. തല്ലാതെ പിന്നെ ദേഷ്യം വരില്ലേ? അമ്മാതിരി വർത്തമാനമല്ലേ പറഞ്ഞത്. ചേടാ, ചൂടാവാതടാ. ഇനി സാറ് പറ, അയാളെ തന്നെയല്ലേ സാറ് കെട്ടിയത്? ഇനി അതുകൂടെ അറിഞ്ഞാൽ മതി. കെട്ടിയില്ല, ഞങ്ങൾക്ക് അങ്ങനെ മാരേജിനോടൊന്നും താല്പര്യമില്ല. വി ഹാവ് ബീൻ ലിവിങ് ടുഗെദർ ഫോർ 12 years.
അങ്ങനെ വെറും ഒരു കോൺട്രാക്റ്റിന്റെ പേരിൽ ഒതുങ്ങുന്നതല്ല ഞങ്ങളുടെ ജീവിതം അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രണയം. അതുകൊണ്ട് ഞങ്ങൾ മ്യൂച്വലി എടുത്തൊരു തീരുമാനമാണ് കല്യാണം വേണ്ട എന്നത്. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞു അല്ലേ? കഥ പറഞ്ഞ് സമയം പോയതറിഞ്ഞില്ല. ആളാണ് ഇന്ന് എനിക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്ത് തന്നത്. കോംപ്ലിമെന്റ് ഒന്നും അങ്ങോട്ട് ചെന്നില്ലല്ലോ, അതിനുള്ള വിളിയാ. എന്നാ നിങ്ങള് വിട്ടോ. ഹലോ, പറ പൊന്നെ. തേങ്ങാ കൊല, ഞാൻ തന്നുവിട്ട ലഞ്ചെല്ലാം മുണുങ്ങിക്കാണുമല്ലോ. നിനക്ക് വിളിച്ചൊരു അഭിപ്രായം പറഞ്ഞാലെന്താ? എന്റെ പൊന്ന് സച്ചി, ഞാൻ ഇത്ര നേരമായിട്ട് കഴിച്ചില്ല. കഴിച്ചിട്ട് ഞാൻ വിളിച്ച് പറയാം. ഓ, അതൊക്കെ നേരത്തെ പറയണ്ടേ. പിന്നെ ഈവനിങ് ഇന്ന് നേരത്തെ എത്തിക്കോണം, ഓർമ്മയുണ്ടല്ലോ? അബിയും പ്രിൻസും മോനും വരും. ലേറ്റായി വല്ലതും വന്നാല പൊന്നുമോനെ ഞാൻ ഇന്ന് വീട്ടിൽ കയറ്റില്ല, പറഞ്ഞേക്കാം. എന്റെ പൊന്ന് സച്ചി, ഞാൻ ടൈമിന് എത്തിക്കോളാം, പോരെ? എങ്ങനെ പോകുന്നു നിങ്ങളുടെ ജീവിതമൊക്കെ? ഹാപ്പി അല്ലേ? എത്ര നാളായി നിങ്ങൾ രണ്ടിനെ കണ്ടിട്ട്? എല്ലാരും അവരവരുടെ ലൈഫായിട്ട് ബിസിയാ. വർഷത്തിൽ ഒരിക്കലൊന്ന് കണ്ടാ കണ്ട്. അതിന് നിങ്ങളല്ലേ UK പോയി സെറ്റിൽഡ് ആയതും പിന്നെ സമയമൊന്നും ഇല്ലാത്തവരൊക്കെ. ഞങ്ങൾക്ക് ആവശ്യം പോലെ സമയമുണ്ട്. അച്ചോടാ, എന്തൊരു ക്യൂട്ടാടാ. പ്രിൻസിനെ പറിച്ചു വെച്ച കൂട്ടുണ്ട്. അത് കാണാൻ മാത്രമേ ഉള്ളൂ, ആ പൂച്ചത്തലേന്റെ കൂട്ട്. എന്തോ ഭാഗ്യത്തിന് എന്റെ കൊച്ചിനെ മൊരട സ്വഭാവം കിട്ടിയില്ല. എന്റെ കുട്ടി പാവാ. ഷടാ, ഞാനെന്തോ ചെയ്തതിന്? അതല്ലേലും അങ്ങനെ അളിയാ, നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ഇവമ്മയുടെ വായിരിക്കും നമ്മൾ കേൾക്കേണ്ടി വരും. എന്നാൽ എന്ത് ക്യൂട്ടാണ് ഇവൻ. നീയല്ലേ പറഞ്ഞേ നിനക്ക് പിള്ളേരെ ഒന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് പിള്ളേരൊന്നും നമുക്ക് വേണ്ടാന്ന്. അല്ലേലും എനിക്ക് പിള്ളേരെ വേണ്ട. ഇപ്പൊ ഇവൻ കരയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പ്രിൻസിന്റെ അബിയുടെ കൈ കൊടുക്കാം. പക്ഷെ നമുക്കൊരെണ്ണം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന്റെ കരച്ചിൽ നമ്മൾ തന്നെ നിർത്തണം. പിന്നെ അതിന്റെ ഫുള്ള് കാര്യം നമ്മൾ നോക്കേണ്ടി വരും. ഇറ്റ്സ് ടു റിസ്കി മാൻ. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ തീരുമാനമാണ് എന്റെയും തീരുമാനം.